നമുക്ക് ഈ സാൻഡർ വിഷയത്തിൽ എങ്ങനെയാണ് സാൻഡർ ചെയ്യാനായിട്ട് ഈ പേപ്പർ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിനായിട്ട് ആദ്യമേ തന്നെ ഇതുപോലെ ഒരു പാഡ് വാങ്ങിക്കണം. സാൻഡറിന്റെ പാഡ് ഇത് 5 ഇഞ്ച് റൗണ്ടാണ്, 5 ഇഞ്ചാണിത്. അത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യും. ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സാൻഡറിന്റെ പേപ്പർ നമ്മൾ ഇതുമേൽ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ നെറ്റ്. ഇതാണ് നെറ്റ്. ഇങ്ങനെ ഇരിക്കും സാൻഡറിന്റെ നെറ്റ്, ഇതുപോലെ ഇരിക്കും. ഇവിടെ ത്രെഡ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സാൻഡറിന്റെ കണ്ടോ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം ഇതുമേൽ ഇതുപോലത്തെ പാഡ് വാങ്ങിച്ചിട്ട് 5 ഇഞ്ചിന്റെ പാഡ് വാങ്ങിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പേപ്പർ, ഇതിപ്പോൾ ഞാൻ 120ന്റെ പേപ്പറാണ്. എന്നിട്ട് നിങ്ങൾ വെക്കുക. വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ നെറ്റാണ്, ആ നെറ്റ് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് മുറുക്കി എടുത്ത് നമുക്ക് സാൻഡർ ചെയ്യാം. പക്ഷെ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ഒരു ഒറ്റ പേപ്പർ, ഇപ്പൊ ഒരു പേപ്പറിൽ ഇട്ടിട്ടുള്ളൂ. ഒരു പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിടന്ന് പ്ലേ ആവും, ഇത് കിടന്ന് കറങ്ങും, അത്ര ടൈറ്റ് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലത്തെ ഉപയോഗിച്ച പഴയ പേപ്പർ ഉണ്ടാവും, പഴയ പേപ്പർ ഉണ്ടാവും. ഇതിപ്പോ 1, 2 പഴയ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പഴയ പേപ്പർ ആദ്യം ഇത് വെക്കുക, എന്നിട്ട് വേണം നമ്മൾ ഇത് വെക്കാം, 3ാമത്. എന്നിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇപ്പൊ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്, നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഇത് സാൻഡർ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാവുന്നുണ്ട്. നമ്മളിപ്പോൾ 120ന്റെ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടത്. അതേസമയം നമ്മളൊരു 60ന്റെ പേപ്പറൊക്കെ ചിലപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചുളുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചുളുക്ക് വരാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചുളുക്കി വെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു 8 പോയിന്റ് വെട്ടിയിട്ടുണ്ട്. നമുക്കതുപോലെ ഈ പുതിയ പേപ്പർ നമുക്കതൊന്ന് വെട്ടിക്കൊടുക്കാം. ഇതുപോലത്തെ ഒരു കട്ട എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെക്കാം, മറച്ചു വെക്കാം. അതിന്റെ സെന്റർ പിടിച്ച് ഇതുപോലെ സെന്റർ പിടിച്ച് ഇതുപോലെ 4 വെട്ട് വെട്ടുക. 4 വെട്ട് വെട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇത് ഈ പേപ്പർ ചുളുങ്ങില്ല. നമ്മളിവിടെ ഈ നോബയില് നമ്മൾ പുഷ് ചെയ്യണം. നോബയിൽ പുഷ് ചെയ്യുമ്പോൾ എന്താ ഇതിങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്ത് ലോക്കായി. എന്നിട്ട് വേണം നമ്മൾ തിരിച്ച് ടൈറ്റ് ചെയ്യാൻ. കണ്ടോ? അപ്പൊ ഈ പേപ്പർ ചുളുങ്ങില്ല, ഈ ഭാഗങ്ങൾ ചുളുങ്ങില്ല, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാൻഡറിൽ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. 1, 2, 3 പീസ് ഇങ്ങനെ വെക്കുക. ശ്രദ്ധിക്കണം, ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്താണ്, ഇതുപോലെ തന്നെ കട്ട് ചെയ്തതാണ് ഇത് രണ്ടും. അതിങ്ങനെ വെക്കുക, ഇതിങ്ങനെ വെക്കുക. ഉണ്ടോ 3 എണ്ണം. അപ്പൊ ഈ പാഡിന് അധികം വർക്ക് വരില്ല, പാഡിൽ അധികം പോയിട്ട് വെയിറ്റ് പിടിക്കില്ല. എന്താ അതുകൊണ്ട് എന്താണ് അത് വേഗം പൊട്ടിപ്പോകത്തില്ല, ലാസ്റ്റ് ചെയ്ത് കൂടുതലായിട്ട്. ഇനി നമുക്കിത് ഉപയോഗിക്കാം.
ഇനി നമ്മൾ സാൻഡർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാൻഡറിൽ കൈ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകരുത്. ഇവിടെ മാറി പിടിക്കണം, ഇങ്ങനെ പിടിച്ചോളണം. കൈ ഇങ്ങനെ ചെന്ന് ഇവിടെ ടച്ച് ചെയ്യും. ടച്ച് ചെയ്താൽ ഡേഞ്ചറാണത്. അപ്പൊ കൈ ഇവിടെ പിടിക്കണം. കൈ ഇവിടെ പിടിച്ചിട്ട് വേണം നമ്മളിത് ഓൺ ചെയ്യാനായിട്ട്. ഇനി ഞാനിത് മരത്തിൽ എങ്ങനെയാണ് സാൻഡർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചത്. അതിൻ്റെ എങ്ങനെയാണ് ഒരു നേക്കുണ്ട്. ആ നേക്കിൽ നമ്മൾ സാൻഡർ ചെയ്തില്ലെങ്കിൽ മരത്തിൽ അതിൻ്റെ ഇങ്ങനെ മുഴപ്പും കുഴിയും ഒക്കെ ആയിട്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് സാൻഡർ കൈ പിടിച്ച് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഫിനിഷിങ് കിട്ടും. നോക്കാം, ഇതിന് കുറുമുഴയോ ഒന്നുമില്ല, ലെവലാ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ സാൻഡർ വെച്ച് ഫിനിഷ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അറിയേണ്ടത് ഈ സാൻഡർ ഇത് ഇങ്ങനെ പിടിച്ചടിക്കരുത്, ഇങ്ങനെ അടിക്കരുത്. സാൻഡർ ഒരിക്കലും ഇങ്ങനെ അടിക്കരുത്. സാൻഡർ കിടത്തിയിട്ട് അടിക്കണം. കണ്ടോ, കിടത്തിയിട്ട് അടിക്കണം. കിടത്തിട്ടടിക്കുമ്പോൾ ഇവിടെ ഈ പാട് കുറച്ചേ വരത്തുള്ളൂ. ഇതുണ്ട് നമ്മൾ സാൻഡ് അടിച്ചപ്പോൾ കണ്ടോ, ഈ ഭാഗം ടച്ച് ചെയ്തിരിക്കണം. ഉണ്ടാവും, ഈ ഭാഗം ടച്ച് ചെയ്തിട്ടില്ല, ഈ അരികെ ടച്ച് ചെയ്തിട്ടില്ല. അരികെ ടച്ച് ചെയ്തിരുന്നാൽ ഇവിടെ പാട് വരും. ഇങ്ങനെ പാട് വരും. ഇവിടെ അരികെ ടച്ച് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കിടത്തിയിട്ട് അടിക്കണം. ജസ്റ്റ് ഒന്ന് പയ്യെ ഒന്ന് ഈ ഭാഗം ഒന്ന് പൊങ്ങിക്കണം. ഫുള്ളിങ്ങനെ എടുത്തിടരുത്, ഫുള്ളിങ്ങനെ ആയത് ജസ്റ്റ് ഉണ്ടാ ഇതുപോലെ ഉണ്ടാ ജസ്റ്റ് ഒന്ന് ഉയർന്നിരിക്കണം. ഉണ്ടാ ഇതിങ്ങനെ വരണം. ഉണ്ടാ ഇങ്ങനെ പോകരുത്, ഇങ്ങനെ പോയ അടി കിട്ടും. ജസ്റ്റ് ഇങ്ങനെ പോകണം. പിന്നെ ഈ അറ്റം എത്തുമ്പോഴേക്കും നമ്മളിങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും അതേ ലെവലിൽ ഇങ്ങനെ എടുത്തോളണം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകരുത്. ഇങ്ങനെ പോയാൽ ഇവിടെ കുഴിഞ്ഞു പോകും. ഇതാവുന്നുണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകരുത്, കുഴിഞ്ഞു പോകും. ഇവിടെ എത്തുമ്പോഴും നമ്മളെ കൈ കൊണ്ട് നമ്മളത് കൺട്രോൾ ചെയ്യണം. കണ്ടോ, അതിങ്ങനെ കണ്ടോ, സാൻഡർ ഇങ്ങനെ ആ ലെവലിൽ തന്നെ ഔട്ട് സൈഡിലേക്ക് നമ്മൾ അതിങ്ങനെ എടുക്കണം. കണ്ടോ, ഔട്ട് സൈഡിലേക്ക് കണ്ടോ. ഇനി ഞാൻ സാൻഡർ ചെയ്യുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണേ. നല്ല കണ്ടോ, നല്ല ലെവലാ. കണ്ടോ, നിങ്ങൾ ഇവിടുന്ന് കുഴിഞ്ഞിട്ടൊന്നുമില്ല, അത് ഒറ്റ ലെവലിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഇങ്ങനെ സാൻഡർ എടുത്തിട്ട് ഇങ്ങനെ പോരരുത്. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ കൺട്രോൾ ചെയ്യണം. നേരെ തന്നെ സാൻഡർ ഔട്ട് സൈഡിലേക്ക് നമ്മളത് പാസ് ചെയ്യിക്കണം. പിന്നെ മറ്റൊന്ന്, സാൻഡർ നമ്മൾ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചെറിയ പീസ് ആയതുകൊണ്ടിട്ട് മാക്സിമം നമ്മൾ ഇത്തിരി നീളം ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഈ ഇവിടുന്ന് തുടങ്ങി ഈ അറ്റം വരെ മാക്സിമം നമ്മളത് ആ ലെവലിൽ തന്നെ നമ്മളത് സാൻഡർ ഓടിക്കുകയാണെങ്കിൽ ഇത് അത്രയും ഫിനിഷിംഗ് ആയിട്ട് കിട്ടും, മുറിയില്ലാതെ. അല്ലെങ്കിൽ ഇങ്ങനെ ഓടിച്ച് പിന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് ഇവിടെയൊക്കെ കട്ടിങ് വരും. ഇപ്പൊ ഇതുപോലെ നമ്മൾ സാൻഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ സാൻഡർ അധികം പ്രസ് ചെയ്യരുത്, അധികം അമർത്തരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ വിട്ടാൽ മതി. നേരത്തെ നേരെ മുട്ടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും നേരെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഔട്ട് സൈഡിലേക്ക് സാൻഡർ എടുക്കണം. പിന്നെ നമ്മളിത് എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ മെയിൻ. നമ്മൾ ഉപയോഗിക്കുന്നതോടെ നമുക്കത് എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാനിപ്പോ ഇത് 120 പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ ഇത് സാൻഡർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും 120 പേപ്പർ ഇട്ടപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒരു റൗണ്ട് പാടുണ്ട്. ഈ പാട് നമുക്ക് ഇനി എങ്ങനെ കളഞ്ഞെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഉപയോഗിച്ച ഈ പേപ്പർ മാറ്റുക. ഇത് പുതിയ പേപ്പറാണ്.
പുതിയ പേപ്പർ ഇട്ട് നമ്മൾ അടിക്കുമ്പോഴാണ് പാട് വരുന്നത്. പുതിയ പേപ്പർ മാറ്റിയിട്ട് നമ്മൾ മുൻപ് ഉപയോഗിച്ചിട്ടുള്ള 120 പഴയ പേപ്പർ ഉണ്ട് ഉപയോഗിച്ച്, അതായത് കംപ്ലീറ്റ് പല്ല് മൂർച്ചയൊക്കെ പോയിട്ട് ജസ്റ്റ് ഇതുപോലെ നിൽക്കുന്ന പേപ്പർ ഉണ്ട്. ഈ പേപ്പർ എടുത്ത് സെറ്റ് ചെയ്യും. ഈ പേപ്പർ സെറ്റ് ചെയ്യാം. എന്നിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാട് മാറും. സൂപ്പർ കണ്ടോ, സൂപ്പർ ഫിനിഷിംഗ് ആണ് കണ്ടോ. അപ്പൊ നമ്മൾ സാമ്പിളിന് പേപ്പർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതുമല്ലേ ഈ അറക്കപ്പൊടിയൊക്കെ കയറി പിടിച്ച് നമുക്ക് വേസ്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ എത്തുമ്പോൾ ഇത് കളയരുത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫിനിഷിങ് അടിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ പേപ്പറാണ്. എന്നുവെച്ചാൽ ഇത്രയും പല്ലില്ലാത്ത പേപ്പർ നമുക്ക് കടയിൽ നിന്ന് കിട്ടത്തില്ല. നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ ആ ഭാഗമൊക്കെ അങ്ങനെ പൊടി വന്ന് ഫില്ലായതാണ്. പക്ഷെ അത് കളയരുത്. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് പയ്യൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ വലിയ പേപ്പർ അടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ റൗണ്ട് പാട് അത് ഒരു പരിധി വരെ നമുക്ക് ഒരു പകുതിയിൽ കൂടുതൽ നമുക്കൊരു ഒരു 60% നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സാൻഡ് പേപ്പർ ഇതുപോലെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഒരു 120 പേപ്പർ ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പാട് കിട്ടില്ല. ജസ്റ്റ് നമ്മൾ 120 ഈ പേപ്പർ ഇട്ട് ഓടിച്ചപ്പോൾ അതിലുള്ള പാടും കൂടി പോയി കിട്ടി. 100% ഫിനിഷിംഗ് ആണ് ഇട്ടത് കണ്ടോ. ഇങ്ങനെ നമ്മൾ സാൻഡ് അടിക്കുന്നത്. ഇനി അരി അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ അടിക്കാൻ പോകുന്നത് ഈ ഉപയോഗിച്ച പേപ്പർ കഴിഞ്ഞിട്ടാണ് അരി അടിക്കാൻ പോകുന്നത്. നല്ല ഫിനിഷിങ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ വെക്കുമ്പോൾ ഈ സാൻഡ് വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കണം. വെക്കുമ്പോൾ തന്നെ നമ്മൾ അടിച്ചു വരുമ്പോൾ ഇതിന്റെ ഫുൾ ഏരിയ ഇവിടെ ടച്ച് ആവുന്നുണ്ടോ നോക്കണം. ഫുൾ ഏരിയ ടച്ച് ആവുന്നത് ഇല്ല എങ്കിൽ എങ്ങാടാണ് ചരിക്കുമ്പോഴാണ് ഇത് ഫുൾ ഏരിയ ടച്ച് ആവുന്നതെന്ന് വെച്ചാൽ ആ വശത്തേക്ക് ചരിച്ച് ഫുൾ ഏരിയ ടച്ച് ആകത്തക്ക രീതിയിൽ വേണം നമ്മളിതിങ്ങനെ മൂവ് ചെയ്യിക്കാൻ. ഫുൾ ഏരിയ ടച്ച് ആവുന്ന രീതിയിൽ നമ്മൾ മൂവ് ചെയ്യിച്ചെന്നാൽ ഇതിനെ അടിച്ച പോലെ നമുക്ക് സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞു തരാനായിട്ടുള്ളത്? ഇതിനൊരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുള്ളത്, ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ കടയിൽ നിന്ന് ഒരു സാൻഡ് ഡിസ്ക് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അത് തണുത്തിട്ട് ഇതിങ്ങനെ വളഞ്ഞിരിക്കും. ആ വളവ് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് വളഞ്ഞതാണെന്ന് വെക്കാം. ഇത് പുതിയത് വാങ്ങിച്ചതാണ്. ഇത് വളഞ്ഞതാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാഡിൽ കഴിഞ്ഞിട്ട് ആ വളഞ്ഞ പേപ്പർ ആദ്യം വെക്കുക. എന്നിട്ട് അതിനുശേഷം പഴയ ഒരു നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വളവില്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 എണ്ണം നമ്മൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ ഈ വളഞ്ഞത് ഉള്ളിൽ നിന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയി നിൽക്കും. തണുത്തതുകൊണ്ടാണ് വളഞ്ഞിരിക്കുന്നത്. അത് ഇതുപോലെ വളഞ്ഞത് ഉള്ളിലിട്ടിട്ട് നമ്മൾ ഉപയോഗിച്ച പഴയ പേപ്പർ 2 എണ്ണം ഇതുപോലെ മുകളിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഒന്ന് സാൻഡർ ചെയ്യാനുള്ള സാൻഡർ ചെയ്യാം. അങ്ങനെ സാൻഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഉള്ളിലിട്ട ഈ പേപ്പർ അതിൻ്റെ വളവ് മാറിയിട്ടുണ്ടാവും. ഇതിൻ്റെ വളവ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേക്കും സാൻഡ് പേപ്പർ വളഞ്ഞതുണ്ടായിരിക്കും. ആ വളച്ചിൽ മാറാനും നമുക്കിതിങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം.
ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണുന്നതിലേക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.